ചേച്ചി, ആന്റിയുടെ വീട് കാണാൻ എന്ത് സൂപ്പറാലേ. ആടി, നമ്മൾ ഇത്ര പെട്ടെന്ന് ന്യൂ ഇയർ ഒക്കെ എത്തുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി. ഞാനും. പുറത്തൊക്കെ എന്ത് മഞ്ഞ. ഈ വീടിന്റെ അകത്ത് ഈ റൂമിൽ മാത്രം നല്ല ചൂട്. അതെന്താ ചേച്ചി? ഹീറ്റർ ഉണ്ടടി, അതുകൊണ്ടാ. കൊള്ളാലേ, അടിപൊളി റൂം. ചേച്ചി, ചേച്ചി ഒന്നും മിണ്ടാത്തെ. എന്റെ പൊന്നു വാറോ, ഇത്രയും ദൂരെ യാത്ര കഴിഞ്ഞ് വന്നാലേ ഒന്ന് വായ അടച്ച് കിടന്നുറങ്ങാവോ? ചേച്ചി, എനിക്കാണ് ഉറക്കം വന്നില്ല ചേച്ചി. ഇങ്ങോട്ട് തിരിഞ്ഞടാ. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റ്. ചേച്ചി, ഇവിടെ കുറെ മഞ്ഞുണ്ടല്ലോ. ഇവിടുത്തെ ക്രിസ്മസ് എന്ത് സൂപ്പറാ ചേച്ചി. ഒരു കാര്യം ചെയ്യ്, എന്റെ മോൾ ആ മഞ്ഞത്ത് ഇറങ്ങി അവിടെയൊക്കെ ചുറ്റി കറങ്ങിട്ട് വാ. ചേച്ചി, ഒരു കാര്യം പറയുമല്ലേ? എന്നാ പറ. ക്രിസ്മസും സാന്റയൊക്കെ സൂപ്പർ ആയിരിക്കുമല്ലേ ചേച്ചി? ഇവിടെ ഒറിജിനൽ സാന്റയാ വരുന്നേ. എന്നാ നമ്മുടെ അവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ വന്നെ? ഒന്ന് പോടി, എല്ലായിടത്തും ഒരു സാന്റയാ. അതൊക്കെ അതെ, പക്ഷെ വലിയ ഗിഫ്റ്റ് കിട്ടുമായിരിക്കുമല്ലേ ചേച്ചി? ഗിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, ട്രീ വെക്കണം, സ്റ്റാർസ് ഇടണം. ഈ ആന്റി ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വരും? ചേച്ചി, അതിനല്ലേ നമുക്കല്ലേ സാന്റയെ കാണേണ്ട ആവശ്യം. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യും. ഓക്കെ, എന്നാ നമുക്ക് നാളെ തന്നെ ഷോപ്പിങ്ങിന് പോവാം. നീ ഇപ്പൊ കിടന്ന് ഉറങ്ങ്. ചേച്ചി, ഉറപ്പായിട്ടും ട്രീ വെക്കണേ. ഇത് വെക്കാടി, നീ ഇപ്പൊ ഉറങ്ങ്. ആഹാ, അപ്പോഴേക്കും ബോധം പോയോ? ഇവളുടെ ഒരു കാര്യം. എടി പാറും, ഒന്ന് ഓടി വാ. വേഗം പോവാം, ഇല്ലതേ മഞ്ഞ് വീഴ്ച കൂടി വരുവാ. അയ്യോ ചേച്ചി, എന്തൊരു മഞ്ഞത്. സൂക്ഷിച്ചു പോ, എല്ലായിടത്തും വീണാ പിന്നെ തീർന്നു. ചേച്ചി വാ, നമുക്ക് പോവാം. ചേച്ചി ചാടിക്കോ. ഇവളുടെ ഒരു കാര്യം. ഈ മഞ്ഞിൽ ഇങ്ങനെ ഇറക്കാൻ എന്ത് രസം. എടി എണീറ്റോ, വല്ല പനിയും പിടിച്ചാ തീർന്നു. ഓ വൈബില്ല. ചേച്ചിയോടെ പോയി ചെയ്യാമെന്ന് തോന്നുന്നില്ല. പനി വരുമ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വൈബ് കിട്ടും. മോൾ എണീറ്റേ. ഒന്നും സമ്മതിച്ചൂല, എന്ത് കഷ്ടമാണ്. നടക്കങ്ങോട്ട്. കണ്ടോ, സൂര്യനൊക്കെ ഉദിച്ച്. ഭാഗ്യം. അതെന്താ ചേച്ചി, ഇവിടെ സൂര്യൻ ഉദിക്കാറില്ലേ? എടി മണ്ടു, സൂര്യൻ ചില ദിവസം വരൂല. അന്നാണെങ്കിൽ മഞ്ഞ് പെയ്ത് നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോ മഞ്ഞൊക്കെ ഉരി നമ്മൾ സൂപ്പറായിട്ട് പോയിട്ട് വരാം. അങ്ങനെ ചേച്ചി ഉണ്ടടി. ആട്ടെ, നീ എന്തൊക്കെയാ വാങ്ങാൻ ഉദ്ദേശിച്ചേക്കുന്നേ? ഒരു വലിയ ക്രിസ്മസ് ട്രീ, അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, കുഞ്ഞു സ്റ്റാർസ്, വലിയ സ്റ്റാർ എല്ലാം വേണം. അത് മാത്രം പോരാ, ഒരു കുപ്പി വൈനും കുറച്ച് പ്ലം കേക്കും ഉണ്ടെങ്കിലേ ക്രിസ്മസ് ആവുള്ളൂ. അത് വാങ്ങാൻ ചേച്ചി. വാസു ഇവനെ പറ്റി. വാസു ഒരു മാറ്റമില്ല. അതെ, ന്യൂയോർക്കിൽ വന്ന് ഇവിടുന്ന് അടി വാങ്ങി തരുമെന്നാ തോന്നുന്നത്. ഇല്ലാതെ നിങ്ങൾ അപ്പോഴേക്കും രാവിലെ ഇറങ്ങിയോ? ഞാൻ അതേ നിന്റെ ആന്റിയുടെ വീട് അന്വേഷിച്ച് തപ്പി പിടിച്ച് വരുമായിരുന്നു. ഒറ്റയ്ക്കോ? അല്ല, അമ്മൂമ്മ മുന്നേ പോയി. ഞാൻ പിന്നെ അയ്യോ വന്നേക്കാന്നൊക്കെ പറഞ്ഞു. അറിയാത്ത സ്ഥലത്ത് നിന്നെ ഒറ്റയ്ക്ക് വിട്ട അമ്മൂമ്മ ഉണ്ടല്ലോ, അമ്മൂമ്മയാണ് മാസം. അല്ല, അത് എങ്ങോട്ടായിരിക്കും? ഇറക്കി വിട്ടോ? വീട്ടിൽ പോവാണോ തിരിച്ച്? അല്ലടാ, ക്രിസ്മസ് ഷോപ്പിംഗ്. ഓ വാവ്, എനിക്കും കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചേടാ, നീ അമ്മൂമ്മയോട് പറഞ്ഞില്ലല്ലോ, പിന്നെ അങ്ങനെ നിന്നെ കൊണ്ടുപോകും. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കറങ്ങിട്ട് വരുവോളെന്ന്. പിന്നെന്താ, ഉള്ളതാണോടെ ഇതൊക്കെ? സത്യം. ബാ പോകാം. ഈശ്വരാ, അമ്മൂമ്മ അടിക്കലേ, ഇവൾ മരം മുമ്പിൽ എടുത്തിട്ട് അടിക്കലേ. അയ്യോ, എന്താടാ? വാവ്, നല്ല സൂപ്പർ ചോക്ലേറ്റ്സ്. ഹായ്, പ്ലം കേക്ക്. OMG, വൈ കൊതിയായിട്ട് മേല. വന്നാരും ചോദിക്കാം. ചേട്ടാ സ്റ്റാറുണ്ടോ? അയ്യോ, പനി പാടിയല്ലോ. ചേട്ടാ, ക്രിസ്മസ് സ്റ്റാർ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി. പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. എന്ത് ചെയ്യാനാ? അവന്മാരിങ്ങനെ വന്നായിരുന്നെങ്കിൽ ഇവനൊരു ചുട്ട മറുപടി കൊടുക്കായിരുന്നു.